ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. അതായത് ചിലരുടെ എല്ലാ ദിവസങ്ങളും ഒരുപോലെ ആയിരിക്കില്ല, പലതും പല ദിവസങ്ങളായിരിക്കും എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിരുന്നാലും ജ്യോതിഷവശാൽ ഓരോരോ നക്ഷത്രക്കാർക്കും ഓരോരോ ദിവസങ്ങൾ ശുഭവും അശുഭവും വരാറുണ്ട്. ആ ശുഭവും അശുഭവും നമ്മളെ വേർതിട്ട് മാറ്റി നിർത്തുകയും തിരിച്ചറിയാൻ പറ്റതുമായിട്ടുള്ള കുറേ ദിവസങ്ങളും ഉണ്ട്. ആ ദിവസങ്ങളെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കുക കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ജ്യോതിഷ ആചാര്യന്മാർ ചില ദിവസങ്ങൾ ചീത്ത ദിവസമായും ചില ദിവസങ്ങൾ നല്ല ദിവസമായും മുഹൂർത്ത ദിവസമായും ഓരോ നക്ഷത്രക്കാർക്ക് അനുയോജ്യപരമായിട്ടുള്ള നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ഓരോ രാശിക്കാർക്കുള്ള രാശികളും അതുപോലെ ഓരോരോ ചീത്ത ദിവസങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആ ദിവസങ്ങളിൽ ഒന്നും ചെയ്യരുത് എന്ന് പറയുകയും, അതുപോലെ തന്നെയാണ് ഉത്തമപരമായിട്ടുള്ള ദിവസങ്ങൾ നല്ലത് ചെയ്യൂ എന്ന് പറയുന്നതും നല്ല വാക്ക് കേൾക്കുന്നതും ശുഭവാർത്ത കേൾക്കുന്നതും അതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നതും എല്ലാം അതുപോലെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ജ്യോതിഷ സംബന്ധമായിട്ട് കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങൾ ഓരോരോ കൂറുകാർക്കും അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാർക്കും വിട്ട് വേറെ വേറെ ആയിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ലാത്ത കാര്യമാണ്. ഉദാഹരണം തന്നെ നമ്മൾ ഓരോ ദിവസങ്ങളെ പഴിക്കാറുണ്ട്, ചില ദിവസങ്ങളെ പുകഴ്ത്താറുമുണ്ട്. അതുപോലത്തെ ദിവസങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറേ ദിവസങ്ങളുണ്ട്. അതിലത്തെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെ പറ്റിയാണ് പറയുന്നത്. 14, 15, 16 എന്നീ ദിവസങ്ങൾ ഈ ഉത്രം, അത്തം, ചിത്ര എന്ന നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിട്ട് കണക്കാക്കുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, അവരുടെ നക്ഷത്രവശാൽ വരുന്ന ഓരോരോ നക്ഷത്രങ്ങൾ നല്ല ദിവസങ്ങളിലേക്ക് ആനയിക്കുകയും ആ ദിവസത്തിൻ്റെ തുടക്കത്തെ നല്ലതുപോലെ ആകർഷിക്കുകയും ആ ദിവസങ്ങൾ ആവുകയും അശുഭ സംഭവങ്ങൾ വരുന്ന ദിവസങ്ങളോ സമയങ്ങളോ ആരെങ്കിലും ഇന്നേക്ക് കൊടുക്കാനുള്ള സാമ്പത്തികം അല്ലെങ്കിൽ കിട്ടാനുള്ളത് ഇന്നേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ ഭയന്ന് ജീവിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. പക്ഷെ അതൊരു ശുഭ ദിവസമാണെങ്കിൽ നമ്മളെ ഉദ്ദിഷ്ടമായി ഭയപ്പെടുത്തുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ആ ദിവസത്തെ ചിലപ്പോൾ അയ്യോ എങ്ങനെയോ വരേണ്ടത് വഴിയിൽ തങ്ങി എന്തോ സമാധാനപരമായി എന്ന് ചിന്തിക്കുന്ന അതുകൊണ്ട്. അതുപോലെ തന്നെ ജാതകത്തിൽ വളരെ സമയം ദോഷമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഇതിൽപ്പെട്ടിരിക്കുന്ന ഉത്രം, അത്തം, ചിത്ര എന്ന നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്ന വളരെ ദോഷകരമായിട്ട് പറഞ്ഞ ദശാകാലവും അപഹാരകാലവും ദോഷഫലമായിട്ട് കൊണ്ടിരിക്കുന്നവർക്ക് ദുസ്സഹനമായിട്ടുള്ള അല്ലെങ്കിൽ ദുസ്സഹപരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും 30 ദിവസവും എല്ലാ മാസത്തെയും. അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നും നിങ്ങൾ ചിന്തിക്കുന്ന മാതിരിയല്ല, അതിൽ നിന്നും ചില വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ ഓരോ ഡേറ്റും കുറിച്ച് ഓരോരോ മുഹൂർത്തം കുറിക്കുന്ന മാതിരിയാണ് ഓരോരോ ദിവസങ്ങൾ കുറിച്ച് പറയുന്നത്. ചില കമന്റുകൾ വരുന്നത് കാരണം കൊണ്ട് പറയുകയാണ്. കാരണം ഇത് കേട്ട് മടുത്തുപോയി എന്നുള്ള കമന്റും ആ ദിവസങ്ങളിൽ ഒന്നും നടന്നില്ല എന്നുള്ളതും എന്താണ് നടക്കേണ്ടത് എന്നുള്ളതുമാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നടക്കേണ്ടത് വെച്ച് പറഞ്ഞാൽ എല്ലാവർക്കും ധനം കിട്ടണം, അല്ലെങ്കിൽ അന്നേക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ നടക്കണം എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ജാതകത്ത് വരസാൽ എന്തെങ്കിലും അപഹാരങ്ങളോ അതുപോലെ തന്നെ ദശാകാലങ്ങളോ വളരെ മോശപരമായിട്ട് നടക്കുകയാണെങ്കിൽ അതിൽ നിന്നും തെല്ലൊരു ആശ്വാസം കിട്ടും എന്നല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി പണമഴ പെയ്യുകയോ മറ്റുള്ളതോ ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതേ സമയത്ത് നേരെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് പണമഴ പെയ്യും, യാതൊരു സംശയമില്ല. പണപ്പെരുക്കം ഉണ്ടാവും, ഭാഗ്യമുണ്ടാവും, നിധി വരേണ്ട സമയമാണ്. നിധി വെച്ചാൽ തന്നെയാണ്, നിധി വരേണ്ട സമയമാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലായി കാണും. ഉദ്ദിഷ്ട ഫലങ്ങൾ സിദ്ധിക്കും. പരീക്ഷാദികളിൽ വിജയം കൈവരിക്കും. ഉദ്യോഗ കയറ്റം കിട്ടും. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കും.
വിഷമതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ശരിയായി വരും. ഇങ്ങനെയും സംഭവിക്കാം. പക്ഷേ നേരെ തിരിച്ച്, അതായത് 1000 സത്യങ്ങൾ പറഞ്ഞാലും ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ നുണയെ ഏറ്റു പറയാനായിരിക്കും കൂടുതൽ ആളുകൾ ഉണ്ടാവുക. അപ്പോൾ ആ 1000 സത്യം പറഞ്ഞതിന് യാതൊരുവിധ അർത്ഥമില്ലാതെ പോകും എന്നാണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയുന്നത്. പക്ഷെ പറയേണ്ടവർ പറഞ്ഞോട്ടെ, പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊരു സ്ഥിതിയിലാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക്, അതായത് ഉത്രം, അത്തം, ചിത്ര എന്ന നക്ഷത്രക്കാർക്ക് ഒരുപാട് സങ്കടങ്ങളിൽ കഴിയുന്ന അവസ്ഥകൾ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടക വ്യാഴവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ജാതകത്തിൽ വളരെ സമയദോഷകരമായിട്ടിരിക്കുന്ന സമയങ്ങളിലും ഇപ്പോൾ ഓരോ മാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാറുണ്ട്. ഓരോ മാസത്തെക്കുറിച്ച് പറയാറുണ്ട്. ജൂലൈ മാസം, ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ, അങ്ങനെ ഇനിയും പറയാൻ പോകുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ചില മാസങ്ങൾ നിങ്ങൾക്ക് ഉത്തമമായിട്ട് വരും. ആ ഉത്തമപരമായിട്ടുള്ള മാസങ്ങളെ എടുത്തു പറയാതിരിക്കാൻ വയ്യ. പക്ഷെ അതുപോലെ തന്നെ ദോഷകരമായിട്ട് വരുന്നതും എടുത്തു പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ദോഷകരമായി പറയുന്നതിൽ ആരും ചെവികൊള്ളില്ല. ഉത്തമപരമായി പറയുന്നതായിക്കോട്ടെ ഇരുന്ന് വായിക്കുക അല്ലെങ്കിൽ ഇരുന്ന് കേൾക്കുക എന്നുള്ളതാണ് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ഉണർവുള്ള സാധനങ്ങളുണ്ടോ എന്നുള്ളതാണ് വായിക്കുന്നത്. അല്ലെങ്കിൽ ഉണർവില്ലാത്ത സാധനങ്ങൾ ആദ്യം തന്നെ നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്ത് മടക്കി വയ്ക്കും. ഉത്തമമാണെങ്കിലോ അത് തുടർന്ന് വായിക്കാനുള്ള ജിജ്ഞാസയും പ്രേരണയും ഉണ്ടാവും എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ നല്ല ശുഭവാർത്ത കേൾക്കുമ്പോൾ നല്ല സുഖവും ഉണ്ടാവും. ദോഷമാണെങ്കിൽ അത് കേൾക്കരുത് അല്ലെങ്കിൽ കാണരുത് എന്ന് ചിന്തിക്കുകയും ചെയ്യും. പക്ഷെ നല്ലതും ചീത്തയും കണ്ടറിയുകയും വേണം. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ ഇരുട്ടത്ത് നടക്കുന്നവന് ടോർച്ച് കയ്യിൽ കിട്ടിയാൽ എത്ര സുഖമായിരുന്നു എന്ന് ചിന്തിക്കും. ഇരുട്ടത്ത് നടക്കുന്നവന് ഒരു ടോർച്ചിൻ്റെ, ഒരു വെളിച്ചത്തിൻ്റെ സഹായം കിട്ടുകയാണെങ്കിൽ അയാൾക്ക് തപ്പിത്തടയാതെ പോകാൻ പറ്റും എന്നുള്ള ഇതാണ് പറയുന്നത്. അതാണ് ഇവിടെ ജ്യോതിഷത്തിൻ്റെ ഒരു ഫലസൂചിക എന്ന് തന്നെ പറയുന്നത്. അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് കന്നിക്കൂറുകാർക്ക് ഇത്രയും കണ്ടകശനിയും കണ്ടക വ്യാഴവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ചെയ്യുന്ന, കാരണം വേറൊന്നിനും കൊണ്ടുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇന്നേ ദിവസം 14, 15, 16 എന്നീ തീയതികളിൽ തുടങ്ങുകയോ ചെയ്തു വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു ഉത്തമപരമായിരിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയുണ്ട്. യഥേഷ്ടം നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റുന്ന ഓരോരോ മോഹങ്ങളും പൂവണിയുവാനുള്ള സാധ്യതകളും, എല്ലാം അണിയണമെന്നില്ല, എന്നിരുന്നാലും അത് പൂവണിയാനുള്ള സമയത്തിൻ്റെ ദിവസങ്ങളായിരിക്കും ഇത്. അതുപോലെ തന്നെ ജിജ്ഞാസ കൂടുതലായിട്ട് ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൈ കിട്ടും. എന്തിന് കുട്ടികൾക്കായിക്കോട്ടെ, കുട്ടികൾക്ക് അല്ലലില്ലാതെ കഴിയുന്ന കുട്ടികൾക്ക് അന്നത്തെ ദിവസം നല്ല ചെറിയും കളിയുമായിരിക്കും. കുട്ടികളാണെങ്കിൽ കരച്ചിലും ഉണ്ടാവും. കാരണം വെച്ച് പറഞ്ഞാൽ 24 മണിക്കൂറിൽ അവർ സുഖമായിട്ട് ഉറങ്ങുന്നത് ഏകദേശം ഒരു 12 അല്ലെങ്കിൽ 18 മണിക്കൂറോ അല്ലെങ്കിൽ 16 മണിക്കൂറോ ഉറങ്ങുകയാണെങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ കരയിച്ചും കഴിയാറുണ്ട്. എന്നിരുന്നാലും അവരുടെ കളിചെരിയാലും കൂടുതൽ. പെട്ടെന്ന് കുട്ടികൾക്ക് വർത്തമാനം പറയാൻ പറ്റാത്ത കുട്ടികൾക്കെല്ലാം വേദന കൊണ്ട് അല്ലെങ്കിൽ കരച്ചിൽ കൊണ്ട് അവർക്ക് പറയാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്കും കുറച്ച് സുഖകരമായിരിക്കും. അതുപോലെ തന്നെയാണ് വലിയവർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ 14, 15, 16 ഉത്രം, അത്തം, ചിത്ര എന്ന നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ് അന്നേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്താലും വിജയകരമായിരിക്കും എന്നാണ് പറയുന്നത്. അഥവാ നിങ്ങൾക്ക് അത് ദോഷകരമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളുടെ ജാതകത്തിൽ വളരെ ദോഷകരമായിട്ട് ഇവിടെ ഒന്നുകൂടി സൂചിപ്പിക്കാനുണ്ട്. അതായത് ഒരു ഭർത്താവാണെങ്കിലും ഒരു ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ മാരേജ് കഴിയാത്തവരാണെങ്കിലും അവരുടെ ജാതകത്തിൻ്റെ എതിർദിശയിൽ, ജാതകത്തിൻ്റെ പറഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ എതിർദിശയിൽ, ഏത് നക്ഷത്രം എതിർദിശ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയുമാണ്. അവരുടെ സമയത്തിൻ്റെ നക്ഷത്ര പ്രകാരം അന്നത്തെ ദിവസം മോശമാണെങ്കിൽ അത് നിങ്ങളെയും ബാധിക്കും എന്നുകൂടി ഞാൻ പറഞ്ഞു കൊള്ളുന്നു. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ ഈ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാതെ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള സമയം ചിലപ്പോൾ ഉണ്ടാവും. അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത്രയും വിശകലനം ചെയ്യാൻ എന്താ കാരണം വെച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമസ്കാരം.